പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ആർ നമ്മെ രക്ഷിക്കും. എസെക്കിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം 17-ാം തിരുലിഖിതം. അവർ പരിഭ്രാന്തിയോടെ പരസ്പരം നോക്കുകയും തങ്ങളുടെ ദുഷ്ടതയിൽ നശിക്കുകയും ചെയ്യുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങളുടെ ആത്മാവിലേക്ക് വർഷിക്കുന്ന നിത്യജീവൻ്റെ വചനങ്ങൾ അതായിരിക്കുന്ന അവസ്ഥയിൽ ഹൃദയം തുറന്ന് സ്വീകരിക്കുവാൻ എളിയ മക്കളായ ഞങ്ങളെ അവിടുന്ന് സ്പർശിച്ച് അനുഗ്രഹിക്കണമേ. വചനം കേൾക്കാൻ പറ്റാത്ത വണ്ണമുള്ള മടുപ്പ്, മരവിപ്പ്, ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, ആത്മാവിലെ നൊമ്പരങ്ങൾ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, ഈ മേഖലകളിലേക്ക് ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം തിരുലിഖിതം.
അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു. അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. ഓ ദൈവമേ, അവിടുത്തെ പരീക്ഷിക്കുന്ന പ്രകൃതങ്ങളിലേക്ക് അവിടുത്തെ ആത്മീയ സ്പർശനങ്ങൾ തന്ന് ഇപ്പോൾ തന്നെ സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. യുക്തിചിന്ത, നിരീശ്വര ചിന്ത, ദൈവനിഷേധം, ദൈവത്തോട് തുറവിയില്ലായ്മ, താന്തോന്നിത്തം, വഷള സ്വഭാവങ്ങൾ യേശുവിൻ്റെ അത്ഭുത സ്പർശനത്താൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹാലലുയ, ഹാലലുയ. ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം. തൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കത വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. ഓ കർത്താവേ, ഈ ശുശ്രൂഷയോട് ചേർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഹൃദയം തുറങ്ങി നിഷ്കളങ്ക ഹൃദയത്തോടെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം കുടുംബങ്ങളിലും സമൂഹങ്ങളിലും വെളിപ്പെടട്ടെ കർത്താവേ. ഒത്തിരി കാലങ്ങളായി ദൈവാനുഭവം നഷ്ടപ്പെട്ടവർ, ഒരുപാട് കാലങ്ങളായി അന്ധകാരത്തിൽ അകപ്പെട്ടവർ, തഴക്കദോഷങ്ങൾ അടിമപ്പെട്ടവർ, മദ്യപാനത്തിന് അടിമപ്പെട്ടവർ, വെറുപ്പിന് അടിമപ്പെട്ടവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. തിന്മയുടെ കോട്ടകളെല്ലാം ഇപ്പോൾ ഛിന്ന ഭിന്നമാകട്ടെ കർത്താവേ. ഹാലലുയ, 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 ഹാലലുയ. യേശയ്യായുടെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ ഇങ്ങനെ അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, സിയോനിൽ അഗ്നി ജ്വലിപ്പിക്കുകയും ജെറുസലേമിൽ ആഴി കൂട്ടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. ഓ കർത്താവേ, അങ്ങയുടെ വാക്കുകൾ എല്ലാ കർണപുടങ്ങളിലും ഈ രാത്രി ഈ നിമിഷം പതിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവജനം ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ, ഹാലലുയ. ദൈവമക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സാത്താൻ്റെ ചങ്ങലകളെ യേശുവിൻ നാമം വഹിച്ച് മുറിക്കുന്നു. വിടുതലിൻ്റെ അഭിഷേകം കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. പാരമ്പര്യ ബന്ധനങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച് എല്ലാ ദൈവമക്കളും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഹാലലുയ, 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 ഹാലലുയ. യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ, സമൂഹങ്ങളിൽ വ്യാപരിക്കട്ടെ, സ്ഥാപനങ്ങളിൽ വ്യാപരിക്കട്ടെ, കൂട്ടായ്മകളിൽ വ്യാപരിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആർ നമ്മെ രക്ഷിക്കും? ഇത് ഇന്ന് ഒരുപാട് ദൈവമക്കളുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു വലിയ വേദന നിറഞ്ഞ ചിന്തയാണ്. കാരണം ബിസിനസ് തകർന്നു. കൂട്ടത്തോടെ സ്ഥാപനങ്ങളിൽ നിന്ന്, ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന്, ജോലി സ്ഥലങ്ങളിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. ആരംഭിച്ച പല സംരംഭങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വീട് പണി തുടങ്ങി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. പലതും കണക്കൂട്ടലോടെ മുന്നോട്ട് നീങ്ങി. എന്നാൽ എല്ലാം പൊട്ടിത്തകർന്ന് ഛിന്ന ഭിന്നമായ പളുങ്ക് പാത്രം പോലെ നിലംപതിച്ച് കിടക്കുകയാണ്. കാരണം വലിയൊരു സാമ്പത്തിക മാന്ദ്യം, വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി. എവിടെ നോക്കിയിട്ട് രക്ഷയില്ല. റബ്ബറിന് വിലയില്ല. വിദേശത്ത് പോയ മക്കളുടെ ശമ്പളം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കണം. എസെക്കിയേലിൻ്റെ പുസ്തകം 4:17. ഈ അവസ്ഥയിലിരിക്കുന്ന ദൈവജനത്തെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയ ഒരു അടിസ്ഥാന വചനമാണ് എസെക്കിയേൽ 4:17. അവർ പരിഭ്രാന്തിയോടെ പരസ്പരം നോക്കുകയും തങ്ങളുടെ ദുഷ്ടതയിൽ നശിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തിന്മകളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഇങ്ങനത്തെ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർ ദൈവത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി, എനിക്ക് സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എൻ്റെ കർത്താവിൽ നിന്ന് വരും എന്ന് വിശ്വാസ വചനങ്ങൾ പറഞ്ഞ് വിശ്വാസ വഴിയെ, വചന വഴിയെ നടക്കാൻ അവർ പരാജയപ്പെട്ടു. ദൈവത്തെ കൂടാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് മറികടക്കാൻ, ഈ പ്രശ്നത്തിൽ നിന്ന് മുന്നോട്ട് പോകാനാണ് ഇന്ന് അനേകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക. ഓരോ ദിവസത്തെയും ദിനപത്രങ്ങളും ഓരോ ദിവസത്തെ TV ചാനലുകളിലെ വാർത്തകളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത് ഇപ്രകാരമാണ്. ഇന്ന് ലോകത്തിൽ ഒരുപാട് ആളുകൾ ഈ പ്രശ്നത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ ഇനി ഒബാമയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് ചിന്തിച്ച് അങ്ങനെ നീങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനി മറ്റൊരു കൂട്ടം ആളുകളുണ്ട്, അവർ ചിന്തിക്കുന്നത് ബാങ്കുകാർ ലോൺ തന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ളതാണ്. ഇനിയും വേറൊരു കൂട്ടം ആളുകളുണ്ട്, അവർ ചിന്തിക്കുന്നത് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന ചില രക്ഷാ പാക്കേജുകൾ വഴി തങ്ങൾ രക്ഷപ്പെടുമെന്നുള്ളതാണ്. ഇനിയും മറ്റു ചില കള്ളത്തരത്തിൻ്റെ മാർഗങ്ങളും വെട്ടിപ്പിൻ്റെയും തട്ടിപ്പിൻ്റെയും മാർഗങ്ങൾ അവലംബിക്കുന്നു. ഇനിയും ചിലരാകട്ടെ
ഇനി നോക്കിയിട്ട് കാര്യമില്ല, എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് മനസ്സ് മടുത്ത് മരവിച്ച മനസ്സുമായി ഇരിക്കുന്നവരും ഉണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം എന്താ പഠിപ്പിക്കുന്നത്? ഇങ്ങനെയൊരു പ്രതികൂലം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെയൊരു തകർച്ച ഉണ്ടാകുമ്പോൾ ദൈവത്തിലേക്ക് നോക്കാതെ തമ്മിൽ സഹായത്തിന് വേണ്ടി നാം നിലവിളിക്കുകയാണെങ്കിൽ ആ സഹായം എനിക്ക് നിങ്ങൾക്ക് ഉതകുകയില്ല. ആ സഹായം എനിക്ക് നിങ്ങൾക്ക് ഉതകുകയില്ല. യെശയ്യായുടെ പുസ്തകം 31-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം, ഈജിപ്തുകാർ മനുഷ്യരാണ്, ദൈവമല്ല. അവരുടെ കുതിരകൾ ജഡമാണ്, ആത്മാവല്ല. സഹായിക്കുന്നവർ ഇടറുകയും സഹായിക്കപ്പെട്ടവർ വീഴുകയും രണ്ടു കൂട്ടരും ഒരുമിച്ച് നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനൊരു പശ്ചാത്തലമുണ്ട്. ഇസ്രായേൽ ജനത്തിന് നാം ഇന്ന് അനുഭവിക്കുന്നത് പോലെ വലിയ പ്രതികൂലം ഉണ്ടായപ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിച്ച് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിൽ നിന്ന് എനിക്ക് ശക്തി വരും. സങ്കീർത്തനം 28:8 കർത്താവ് സ്വന്തം ജനത്തിന് ശക്തിയാണ് എന്ന ബോധ്യത്തോടെ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കരം പിടിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവർ ലോകത്തെ ആശ്രയിച്ച് മനുഷ്യരെ ആശ്രയിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചു. അവർ പോയി ഈജിപ്തിനെ ആശ്രയിച്ചു, അവർ പോയി എത്യോപ്യയെ ആശ്രയിച്ചു, അവർ പോയി കുതിരപ്പടയാളികളെ ആശ്രയിച്ചു. അവർക്കൊരു പ്രതികൂലം വന്നപ്പോൾ അവർ മനുഷ്യരെ ആശ്രയിച്ചു. അവർ ദൈവത്തെ അല്ല മനുഷ്യരെ ആശ്രയിച്ചു. അവർ ഈജിപ്തിനെ ആശ്രയിച്ചു. അപ്പോഴാണ് യെശയ്യായുടെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിൽ ദൈവം ഇങ്ങനെ ദൈവത്തിൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്, നിങ്ങൾ ആശ്രയിക്കുന്ന ഈജിപ്തുകാർ ദൈവമല്ല, മനുഷ്യരാണ്. അവരുടെ കുതിരകൾ ആത്മാവല്ല, ജഡമാണ്. സഹായിക്കുന്നവർ ഇടറുകയും സഹായിക്കപ്പെട്ടവർ വീഴുകയും രണ്ടു കൂട്ടരും ഒരുമിച്ച് നശിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനത്തെ ഒരു നാശകരമായ വഴിയിലൂടെ നടക്കരുത്. അങ്ങനെ നടന്നാൽ ഹോസിയയുടെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യം അന്വർത്ഥമാകും. ഇതാ ഇസ്രായേൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു, അവർ ജനതകൾക്കിടയിൽ ഉപയോഗശൂന്യമായ പൊട്ടപാത്രം പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇതാ ഇസ്രായേൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു, അവർ ജനതകൾക്കിടയിൽ ഉപയോഗശൂന്യമായ പൊട്ടപാത്രം പോലെ ആയി തീർന്നിരിക്കുന്നല്ലോ. ദൈവം വളരെ വേദനയോടെ കാണുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ കൂടാതെ ഈ പ്രശ്നത്തെ എങ്ങനെയെങ്കിലും ഒരു ലൊട്ടിലൊടുക്ക് പരിഹാരം ഉണ്ടാക്കി തട്ടിമുട്ടി മുന്നോട്ട് പോവുക, ഈ രീതി ദൈവം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. ആ ആത്മീയ കാരണങ്ങളിലേക്ക് തിരിഞ്ഞ് ആത്മീയ അടിത്തറകൾ ശരിയാക്കി ദൈവത്തിൻ്റെ കൈപിടിച്ച് ആ പ്രശ്നത്തിന് അടിസ്ഥാന പരിഹാരം ഉണ്ടാക്കി ദൈവത്തിൻ്റെ സമൃദ്ധി അനുഭവിച്ച് മുന്നോട്ട് പോകണമെന്നല്ലേ ദൈവം ആഗ്രഹിക്കുന്നത്. വീണ്ടും യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായത്തിൽ 3-ാം വാക്യം വളരെ വ്യക്തമായി ദൈവജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അവർ ദൈവത്തെ ആശ്രയിക്കാതെ മനുഷ്യരെ ആശ്രയിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ച വചനങ്ങളാണ് യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 2-3 തിരുലിഖിതങ്ങൾ. അവർ എൻ്റെ ആലോചന ആരായാതെ ഈജിപ്തിലേക്ക് പോയി ഫറവോയെ അഭയം പ്രാപിക്കുകയും ഈജിപ്തിൻ്റെ തണലിൽ സങ്കേതം തേടുകയും ചെയ്തു. അതിനാൽ ഫറവോയുടെ സംരക്ഷണം നിങ്ങൾക്ക് ലജ്ജയും ഈജിപ്തിൻ്റെ തണലിലെ സങ്കേതം നിങ്ങൾക്ക് അപമാനവും ആയിരിക്കും. ആകയാൽ ഫറവോയുടെ സംരക്ഷണം നിങ്ങൾക്ക് ലജ്ജയും ഈജിപ്തിൻ്റെ തണലിലെ സങ്കേതം നിങ്ങൾക്ക് അപമാനവുമായി മാറും. ഒരു തകർച്ചയിൽ ദൈവ പൈതൽ എന്താ ചെയ്യേണ്ടത്? ദൈവ പൈതൽ എന്താ ചെയ്യേണ്ടതെന്ന് യെശയ്യായുടെ പുസ്തകത്തിൽ 30-ാം അധ്യായം 22 മുതൽ 25 വരെ വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊടിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും ദൂരെ പോകുവീൻ എന്ന് പറഞ്ഞ് മലിന വസ്തുക്കൾ എന്ന പോലെ നിങ്ങൾ എറിഞ്ഞു കളയും. അവിടുന്ന് നീ വിതയ്ക്കുന്ന വിത്തിന് മഴ നൽകും, നിന്റെ കന്നുകാലികൾ വിശാലമായ മേച്ചിൽപ്പുറങ്ങളിൽ മേയും. അപ്പോൾ നിലമുഴുന്ന കാളകളും കഴുതകളും കോരിക കൊണ്ടും പല്ലി കൊണ്ടും ഒരുക്കിയതും ഉപ്പ് ചേർത്തതുമായ വൈക്കോൽ തിന്നും. സംഹാരത്തിന്റെ മഹാദിനത്തിൽ
ഗോപുരങ്ങൾ വീടുണഞ്ഞ് തച്ചുടയ്ക്കപ്പെടുമ്പോൾ ഉന്നതമായ പർവ്വതങ്ങളിലും കുന്നുകളിലും വെള്ളം നിറഞ്ഞ അരുവികൾ ഉണ്ടാകും. ഹല്ലേലൂയ. ചുറ്റുവട്ടത്ത് വലിയ ക്ഷാമങ്ങളും നാശങ്ങളും വലിയ തകർച്ചകളും കൊടുമ്പിരി കൊള്ളുമ്പോൾ, സംഹാരത്തിന്റെ മഹാദിനത്തിൽ ഉന്നതമായ പർവ്വതങ്ങളിലും കുന്നുകളിലും ഗോപുരങ്ങൾ വീണുടിയുമ്പോൾ വെള്ളം നിറഞ്ഞ അരുവികൾ ഓളം വെട്ടുന്ന പ്രശാന്തമായ ജലാശയങ്ങൾ കർത്താവ് സൃഷ്ടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും കുടുംബം, എൻ്റെയും നിങ്ങളുടെയും ബിസിനസ് സ്ഥാപനങ്ങൾ, എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ ഇതുപോലെ സമൃദ്ധി അനുഭവിക്കുന്ന സംഹാരത്തിന്റെ ദിനത്തിൽ ഗോപുരങ്ങൾ വീണുടയുമ്പോൾ ഉന്നതമായ പർവ്വതങ്ങൾക്ക് മുകളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അരുവി പോലെ പ്രശാന്തമായി ഓളം വെട്ടി നിൽക്കുന്ന സമൃദ്ധി അനുഭവിക്കുന്ന ഒരു കുടുംബമായി മാറാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 22 വാക്യത്തിൽ പഠിക്കുകയാണ്, നിന്റെ വെള്ളി പൊതിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും ദൂരെ പോകുവിനെന്ന് പറഞ്ഞ് മലിന വസ്തുക്കൾ എന്ന പോലെ എറിഞ്ഞു കളയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നാൽ അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മറന്ന്, ദൈവത്തെ വിട്ട്, ദൈവം കൂടാതെ നടന്നതിൻ്റെ പ്രത്യാഘാതം വരുമ്പോൾ വീണ്ടും അവൻ തൻ്റെ നടപ്പിനെ ശരിയാക്കാതെ, തൻ്റെ ജീവിതത്തിൻ്റെ നടത്തം ശരിയാക്കാതെ അവൻ വീണ്ടും ആ പ്രശ്നം പരിഹരിക്കാൻ ലോകത്തെയും ലോകത്തിലെ മനുഷ്യരെയും ആശ്രയിക്കുന്നു. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവർ എൻ്റെ ആലോചന ആരായാതെ ഈജിപ്തിലേക്ക് പോയി ഫറവോയെ അഭയം പ്രാപിക്കുകയും ഈജിപ്തിൻ്റെ തണലിൽ സങ്കേതം തേടുകയും ചെയ്തു. അതിനാൽ ഫറവോയുടെ സംരക്ഷണം നിങ്ങൾക്ക് ലജ്ജയും ഈജിപ്തിൻ്റെ തണലിലെ സങ്കേതം നിങ്ങൾക്ക് അപമാനവുമായിരിക്കും. ഈ ദൈവിക സത്യം ജെറമിയ പ്രവാചന പുസ്തകത്തിൽ 2-ാം അധ്യായം 37-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെറമിയ 2:37. അവിടെ നിന്ന് 2 കൈകളും തലയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോരും. നീ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവനെ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു, അവരിൽ നിന്ന് യാതൊരു നന്മയും നിനക്ക് കൈവരുകയില്ല. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ഈ ദുഃഖത്തിൽ, നിന്റെ വേദനയിൽ നീ കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കേണ്ടത് മനുഷ്യരിലേക്കല്ല, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കണം. ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കണം. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൽ 32-ാം തിരുലിഖിതം, യുവതി തൻ്റെ ആഭരണങ്ങളും മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രങ്ങളും മറക്കാറുണ്ടോ? എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. ജെറമിയ പ്രവാചന പുസ്തകം 3-ാം അധ്യായം 19-ാം തിരുലിഖിതം, എൻ്റെ മക്കളോടുകൂടെ നിന്നെ പാർപ്പിക്കാനും ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. നീ എന്നെ പിതാവേ എന്ന് വിളിക്കുമെന്നും എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ച് ഇന്ന് ഈ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവ് തൻ്റെ ആത്മാവിനെ വർഷിക്കുകയാണ്. ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ മറന്ന്, ദൈവത്തിൻ്റെ കൈവിട്ട്, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച്, നാട്ടുകാരുടെ ബുദ്ധിയിൽ ആശ്രയിച്ച്, ലോകത്തിൻ്റെ ഉപദേശത്തിൽ വിശ്വസിച്ച്, ലോകത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടു പോയ മനുഷ്യ, ഈ നിമിഷം ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് വിളിക്കുന്നു. നിന്റെ ഹൃദയം, നിന്റെ ശരണം ദൈവത്തിലേക്ക് വെക്കുക. സങ്കീർത്തന പുസ്തകം 42-ാം അധ്യായം 5-ാം വാക്യം, എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു, എൻ്റെ ആത്മാവേ നീ എന്തിനു നെടുവീർപ്പെടുന്നു? നിന്റെ ദൈവമായ കർത്താവിൽ ശരണം വെക്കുവിൻ, നിന്റെ ദൈവമായ കർത്താവിൽ ശരണം വെക്കുവിൻ. ലോകത്തിൽ ആശ്രയം വെച്ചിരുന്ന ഹൃദയങ്ങളെടുത്ത് ഇപ്പോൾ ദൈവത്തിൽ ആശ്രയം വെക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊള്ളുവീൻ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, അന്ധകാരത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന കുടുംബങ്ങളിലേക്ക് എങ്ങനെ ആത്മാവിനെ അയച്ച് പ്രാർത്ഥിക്കുന്നു. തിന്മ ബന്ധിച്ചിട്ടിരിക്കുന്ന നിരാശയുടെയും സങ്കടത്തിൻ്റെയും മരവിപ്പിൻ്റെയും മന്ദതയുടെയും നഷ്ടബോധത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും അരൂപികൾ കെട്ടിയിട്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് യേശുവിൻ്റെ ഉന്നത നാമം അയച്ച് ചങ്ങലകളെ മുറിച്ച് ദൈവജനത്തെ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ശാപങ്ങളും പാപങ്ങളും പൈശാചിക വിടലും ബന്ധിച്ചിട്ടിരിക്കുന്ന ആത്മാക്കളെ യേശുവിൻ്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധനസേ ജെറൂസലേമേ, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസേ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇസ്രായേലിൻ്റെ രക്ഷ നമ്മുടെ ദൈവമായ കർത്താവിങ്കൽ മാത്രം. ഇതാ രക്ഷയുടെ കർത്താവ്, ഇതാ രക്ഷയുടെ ദൈവം. ഇപ്പോൾ രണ്ട് കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി ഓരോ മകനും ഓരോ മകളും അവരവരുടെ ജീവിതത്തിൻ്റെ കണ്ണുനീരും വേദനയും പറയുക. ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഓ ദൈവമേ, ഇപ്പോൾ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും സുഖപ്പെടുത്തണമേ. കുഞ്ഞുങ്ങളെ അവിടുന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ കർത്താവേ. ഗർഭിണികളെ അവിടുന്ന് അഭിഷേകം അനുഗ്രഹിക്കണമേ കർത്താവേ. ഓ തകർന്ന കുടുംബങ്ങളെ അവിടുന്ന് സ്വർഗീയ വിടുതലിനാൽ രക്ഷിക്കണമേ കർത്താവേ. ഓരോ മകൻ്റെയും മകളുടെയും മേൽ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പൈശാചിക പീഡകളെ അവിടുന്ന് തകർക്കണമേ കർത്താവേ. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി മതിക്കും. അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെ തീരും. എല്ലാ പൈശാചിക പീഡകളും ദൈവമക്കളുടെ കാൽ കീഴിൽ ചാരം പോലെ ആകട്ടെ. രാത്രി കാലങ്ങൾ ദുർപീഡകൾ വിട്ടുപോകട്ടെ. മാറ്റമില്ലാത്ത രോഗബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ. കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. യുവതി യുവാക്കന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക പീഡകൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ദൈവത്തെ ആശ്രയിക്കാനും ദൈവത്തെ വിശ്വസിക്കാനും ദൈവത്തിലേക്ക് തിരിയാനും ഇസ്രായേലിന് രക്ഷ ദൈവത്തിൽ നിന്ന് മാത്രമെന്ന് ബോധ്യപ്പെടാനും ഇപ്പോൾ സൗഖ്യം അഭിഷേകമായി നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഞാൻ എല്ലാ ഞായറാഴ്ചയും 8:30 മണിക്കുള്ള പ്രോഗ്രാം TV ചാനലിൽ ഞങ്ങളുടെ വീട്ടിലിരുന്ന് കാണാറുണ്ട്. അഭിഷേകാഗ്നിയാണോ? അതെ, അഭിഷേകാഗ്നി പ്രോഗ്രാം. 40 വർഷത്തിലധികമായി അസിഡിറ്റി എന്ന രോഗത്താൽ ഞാൻ ഒത്തിരി വിഷമിക്കുകയായിരുന്നു. 40 വർഷത്തോളം പഴക്കമുള്ള അസിഡിറ്റി രോഗം. ഒരു ഭക്ഷണവും കഴിക്കാൻ സാധിക്കില്ല. ഭക്ഷണം കഴിച്ചാൽ വയറ് ലൂസാകും, വയറ് വന്ന് വീർക്കും. വേണ്ട വിഷമങ്ങൾ ആയുർവേദ, അലോപ്പതി, ഹോമിയോ എല്ലാം നടത്തി ഒരു ഫലവും ഉണ്ടായില്ല. എന്നും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. അച്ഛൻ അന്ന് ഒരു വചനം പറഞ്ഞു, 119:26. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ കർത്താവ് എനിക്ക് ഉത്തരമരുളി. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ എൻ്റെ ദൈവം എനിക്ക് ഉത്തരമരുളി. ആ വചനം പ്രഘോഷിക്കപ്പെട്ട് ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ അവസ്ഥ കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മരുന്ന് കഴിച്ചു. ബുധനാഴ്ച ആയപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. നിൻ്റെ അസുഖം മാറി, നീ എന്തിനാ മരുന്ന് കഴിക്കുന്നു? 3-ാം തീയതി ബുധനാഴ്ച തുടങ്ങി ജനുവരി ഇന്ന് വരെ ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. അതെ, ജനുവരിയിൽ മാറി. ഇന്ന് 2 മാസം കഴിഞ്ഞു. ജനുവരി, ഫെബ്രുവരി എല്ലാ ഭക്ഷണവും ഞാൻ കഴിക്കുന്നുണ്ട്. ദൈവം തന്ന ഈ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി. 1 മാസത്തിലധികമായി ഇപ്പോൾ ഈ മകൾ സൗഖ്യം അനുഭവിച്ച് സന്തോഷിച്ച് തുള്ളിച്ചാടി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 40 വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന അസിഡിറ്റി എന്ന രോഗം ഒരു വചനം കേട്ടപ്പോൾ ശരീരത്തിൽ നിന്ന് വിട്ടുമാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ആ വചനം സഹോദരി കാണാതെ പഠിച്ചു. സങ്കീർത്തനം 119:26. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ എൻ്റെ ദൈവം എനിക്ക് ഉത്തരമരുളി. സഹോദരി പറഞ്ഞു, കർത്താവേ 40 വർഷമായി ഭക്ഷണം കഴിച്ചിട്ട് കാര്യമായിട്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല, എല്ലാം ഉണ്ടൊന്നും കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഒറ്റ കരച്ചിൽ. എന്തായി? അപ്പം തന്നെ സൗഖ്യം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഫിലോ ജോണി, വടുതലയിലാണ് സ്ഥലം. ഞാൻ കഴിഞ്ഞ 2006 ഒക്ടോബർ 9-ാം തീയതി എനിക്ക് നട്ടെല്ലിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാണ്. കഴിഞ്ഞ 3 മാസം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇവിടെ 2007 ഫെബ്രുവരിയിലെ കൺവെൻഷൻ വരെ എനിക്ക് കിടന്നാൽ 2 സൈഡിലോട്ട് തിരിഞ്ഞ് കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. കുറേ നേരം ഇരുന്നിട്ട് എണിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനത്തെ ദിവസം ഞാനിവിടെ വന്നു ഈശോയോട് പറഞ്ഞു, ഈശോ എനിക്ക് സൈഡ് തിരിഞ്ഞ് കിടന്നാൽ ഉറക്കം വരത്തുള്ളൂ, നീ എന്നൊന്ന് സഹായിക്കണം, എൻ്റെ ഈ വേദന എനിക്ക് എന്നിൽ നിന്നെടുത്ത് കളയണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അതിന് ശേഷം ഇന്നേ വരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. എത്ര നേരം വേണമെങ്കിലും എനിക്ക് കസേരയിലിരിക്കാം. കഴിഞ്ഞ വർഷം ഈ ഇതുപോലെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാന ദിവസം വേദന കൊണ്ട് ആ സഹോദരി വന്ന് പറഞ്ഞു, എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ് ആ വേദനയോടുകൂടി ഇവിടെ വന്നിരുന്ന് ആ വേദനയോടുകൂടി തന്നെ കർത്താവിനോട് പറഞ്ഞ് അവിടെ വെച്ച് കർത്താവ് സുഖം. പിന്നെ ഇന്ന് വരെ
ആ ബുദ്ധിമുട്ട് സഹോദരൻ അലട്ടിയിട്ടില്ല. എഴുന്നേക്കുന്നു, നടക്കുന്നു, ജോലിക്ക് പോകുന്നു, ജോലി ചെയ്യുന്നു, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈയടിച്ച് സൈന്യബലത്താലല്ല തരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാ